ഇതിനകത്ത് ദൃശ്യയുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ദൃശ്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്യാരക്ടർ തന്നെ സസ്പെൻസ് ആണ് അല്ലെ? മൂവി കണ്ടു കഴിയുമ്പം ഒരു പകുതിയോളം നമ്മൾ ഒരിക്കലും ദൃശ്യയുടെ ആ ഒരു വരവ് പ്രതീക്ഷിക്കുന്നേ ഇല്ല. മൂവി എത്തുമ്പോഴത്തേക്കും ഒരു ട്വിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം കഥയൊക്കെ പറഞ്ഞു തന്നപ്പം ദൃശ്യ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് എങ്ങനെയാവും എന്റെ ആ ഒരു എൻട്രി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രീം ഒക്കെ ഉണ്ടായിരുന്നോ? ഡ്രീം ഉണ്ടായിരുന്നു, കാരണം ഞാൻ സത്യം പറഞ്ഞ ഫിലിംസ് ഒക്കെ കുറച്ച് കുറവാ കാണുന്നത്, പഠിത്തത്തിന്റെ തിരക്കൊക്കെ ആയിരിക്കും. അല്ല, ഞാൻ ഫിലിംസ് കുറച്ച് കുറവാണ് കാണുന്നത്. ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ ഞാൻ സ്റ്റഡീസിലെ എംഫസൈസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ മൂവീസ് ഒന്നും അധികം കാണാറില്ല, എന്നെ ആരും എൻകറേജ് ചെയ്യാറില്ല കാണാൻ. അപ്പൊ ഞാൻ ഇതിനെ ഈ ഒരു ഫിലിമിന് ഇത് വന്നപ്പോ എനിക്ക് കോൺഷ്യസ് ആവാൻ തുടങ്ങി. ഞാൻ അയ്യോ ഇത് എനിക്ക് അറിയില്ലല്ലോ, എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഫിലിമൊക്കെ കൂടുതൽ നോട്ടീസ് ചെയ്യാനും ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതുപോലെ പ്രിപ്പറേഷൻസ് എന്ന് പറയാൻ ഞാൻ ഇങ്ങനത്തെ ഒക്കെ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അത്രയും പ്രിപ്പറേഷൻസിന്റെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സാധാരണ കുട്ടികൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, അതുപോലെ ഒരു റൊമാൻസ് ഉണ്ടാവുന്നു, വർക്ക്ഔട്ട് ചെയ്യുന്നു, ടെക്സ്റ്റ് ചെയ്യുന്നു. പക്ഷെ അതൊരു ഭാഗ്യമാണ് എനിക്ക് തോന്നുന്നു. നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു അല്ലെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആവശ്യം അത് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് അല്ലാതെ വരികയാണെങ്കിൽ ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് വേറെ പഠിത്തം അതൊരു സൈഡിൽ കൂടെ പോകുന്നു, അതല്ലാതെ വേറെ എന്തൊക്കെയാണ് കൂടുതൽ? മെറീന ആണെങ്കിൽ മോഡലിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അത് പ്രൊഫഷനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബ്രാൻഡഡ് കുറെ ബികോം കംപ്ലീറ്റഡ് ആണ്. പിന്നെ എനിക്ക് ഇപ്പം ഞാൻ ഇവിടെ ആഡ് ഷൂട്ട്സ് ചെയ്തു എന്നല്ലാതെ ഒരു ഹൈഫൈ ഫോട്ടോഷൂട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് എന്റെ ഫ്രണ്ട്സ് ഒരു ടീമുണ്ട് അവിടെ, അതിങ്ങനെ വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഞങ്ങള് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അതിന്റെ പ്ലാനിങ്ങിലാണ് സത്യം പറഞ്ഞ. അപ്പം ദൃശ്യക്കാണെങ്കിൽ അത് താൻ മൂവി എന്ന് പറയുകയാണെങ്കിൽ വേറെ ഹോബി എന്താ? പാട്ട് പാടുമോ? ഞാൻ ഡാൻസ് ചെയ്യും. ഞാൻ ഒരു ഡാൻസറാണ്. ഞാൻ ട്രെയിൻഡ് ആയിട്ട് ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ്. പ്രകാശ് മാഷർ ഒരു സാറിന്റെ അടിയിൽ പഠിക്കുന്നത്. ഞാൻ മറ്റേ ഡാൻസേഴ്സ് ഒക്കെ ഫ്രീ സ്റ്റൈലൊക്കെ ആയിട്ട് സ്വന്തമായിട്ട് കളിക്കും, പഠിക്കും. ഞാൻ അങ്ങനത്തെ ഒരു സെൽഫ് ട്രെയിനിങ് ആണ്. സെൽഫ് കൊറിയോഗ്രാഫിയാണ്, സ്പോർട്ട് കൊറിയോഗ്രാഫി. അതൊരു കഴിവാണ് ആക്ച്വലി. എത്രയോ പേർക്ക് അത് ഇല്ലാത്തതുണ്ട്. ഇപ്പൊ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഡാൻസ് ചെയ്യാൻ പറഞ്ഞ 2 സ്റ്റെപ്പ് വെക്കാറാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അതൊരു നമ്മുടെ പോസിറ്റീവ് പോയിന്റ്. മെറീനയുടെ അടുത്ത് ഇപ്പൊ സംസാരിക്കുമ്പോ ഞാൻ കുറച്ച് പേടിച്ച് സംസാരിക്കുന്നത്, എന്താണ് ആൻസർ വരാന്ന് നമുക്കൊരു പേടിയുണ്ട്. ഭയങ്കര ബോൾഡ് ആയിട്ട് ഇരുന്ന് സംസാരിക്കും. പക്ഷെ ചേച്ചി കാണുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര പാവാ. എനിക്ക് തോന്നുന്നുണ്ടല്ലോ മെറീന, അത് ചില ആൾക്കാരുടെ ലുക്ക് വൈസ് അവർക്ക് കിട്ടുന്ന ഒരു ശാപം. എന്റെ അടുത്ത് ആളുകൾ സംസാരിക്കാൻ പേടിയാണ്. ജാടയായിരിക്കോ? തൊട്ടിട്ട് കുട്ടികൾ മുകളിലേക്ക് നോക്കുമ്പോ എന്നെ കാണുമ്പോ എപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ലൊക്കേഷനിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഇപ്പം ഒരുപാട് ആരാധകരൊക്കെ വരുന്ന സമയത്ത്? ആരാധകരൊന്നുമില്ല, എന്നാലും അല്ല തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഐറ്റം റെയർ ആണല്ലോ. അപ്പൊ അവർക്കൊരു ഫോട്ടോ എടുക്കണം തോന്നുമ്പോ അവര് വരും. പക്ഷെ റിയാക്ട് ചെയ്യുന്നൊരു പേടിയുണ്ടാവും. വരണോ അപ്പൊ ആ മച്ചവാന്ന് പറയുമ്പോ ഓക്കെ അങ്ങനെ വരുമല്ലോ. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നം എനിക്ക് തോന്നുന്നു ലുക്ക് വൈസ് ചിലപ്പോൾ മുടിയൊക്കെ കാരണം. ഇപ്പൊ ഈ ഹെയർ സ്റ്റൈൽ ഒരു ട്രെൻഡ് ആണല്ലേ, കേർലി ഹെയർ സ്റ്റൈൽ. അതെ, പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ളത് ആർക്കും മനസ്സിലാവില്ല. അതുപോലെ ഇനിയിപ്പം ഫ്യൂച്ചർ പ്രോജക്ട്സ് ഒക്കെ എന്തൊക്കെയാണ്? വന്നിട്ടുണ്ടോ ഈ ഒരു മൂവി കഴിഞ്ഞിട്ട്? എനിക്ക് വരുന്നുണ്ട്, പക്ഷെ ഞാനിപ്പോ ചെയ്യുന്നില്ല. ഞാനിപ്പോ +2 ആണ്. പഠിത്തം ആദ്യം അല്ലേ? ആദ്യം നമുക്ക് അതൊന്നും കുട്ടിയാണെന്ന്. പക്ഷെ അഭിനയത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ, കല്യാണം കെട്ടിച്ചു കൊടുത്തു ഞങ്ങൾ. അതുപോലെ ആ സിനിമയിൽ ഒരു ലാസ്റ്റ് സീക്വൻസ് ഉണ്ട്, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ബൈക്കിൽ പോകുന്നത്. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ദൃശ്യം കേട്ടോ. കാരണം ആ മൂവി ഞാൻ തന്നെയാണ്, ഞാൻ അത് ആക്റ്റീവ് അതിന് വേണ്ടിട്ട് ഇതാക്കല്ല. അത് ആ സമയത്ത് നമ്മൾ ആരായാലും, ഞാനല്ല വേറെ ആരായാലും അങ്ങനെ ആയിപ്പോ. ഭയങ്കര പ്രിറ്റിയാണല്ലോ, കൊറേ ആഭരണവും അതൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഡാൻസ്. കാരണം ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കോലത്തിൽ തന്നെ ഇരിക്കുന്നത്. നല്ല രസമായിരുന്നു. പിന്നെ ഷർഫുക്ക അവരൊക്കെ നല്ലോണം ഫുൾ ഡാൻസും ഇങ്ങനെ പാട്ടൊക്കെ ആയിരുന്നു. ഓക്കെ, ഈ ലൊക്കേഷനിലുള്ള ചില സംഭവങ്ങൾ ഇപ്പൊ പറയണേക്കാം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഒക്കെ പറയുമ്പോൾ ഡയലോഗ് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ചിരിച്ചു പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മൂവിയിൽ ഇത് തന്നെ ആയിരിക്കും അല്ലേ? ഓരോ ഡയലോഗിലും നിങ്ങൾ ഇങ്ങനെ പിടിച്ചിരുന്നു. സിനിമ തന്നെ വേണ്ട, ലൈക്ക് കട്ട് പറഞ്ഞ് അപ്പൊ തന്നെ സൗകര്യം തുടങ്ങും. പുള്ളി അടുത്തിരിക്കുന്ന ആളുണ്ട് കളിയങ്ങാട്ട് നീതിയിലങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കില്ല, നമ്മളൊന്ന് വെറുതെ നിർത്താൻ സമ്മതിക്കില്ല. ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ മൂവിയിലുള്ള ഇപ്പം പാട്ടുകളൊക്കെ നന്നായിട്ട് ടിവിയിലും അതുപോലെ പല ചാനൽസിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഒക്കെ നന്നായിട്ട് ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് രണ്ടുപേരും പാടാൻ പറ്റുമോ? ചേച്ചി ആ പാട്ട് വേണമെന്നില്ല, സ്വന്തം മൂവിയിൽ നമ്മൾ സന്തോഷം ഉണ്ടാവുമല്ലോ പാടാൻ. എന്നെ ഞാൻ മറന്നു നിന്നുപോ, ഓരോ
ദിക്കിലും വെണ്ണിലാവ് പെയ്തിടുന്നുവോ താനേ തമ്മിൽ നിന്നുറുമിയോ നീ കൺപീലിയാകുമോ നീ താളമാകുമോ പാടുമിന്നിൻ ഞാനിത് പാടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ നഷ്ടായനെ സത്യം പറഞ്ഞ ഈ ഒരു ഇന്റർവ്യൂല്. ഓക്കെ, അപ്പൊ എന്തായാലും ഫ്യൂച്ചർ പ്രോജക്ട്സ് ഒക്കെ കമ്മിറ്റ് ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ നല്ല നല്ല സിനിമകൾ ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മതി, പതുക്കെ മതി. ഞാൻ ധൃതിയൊന്നുമില്ല. മറീന ആണെങ്കിലും നല്ല പ്രോജക്ട്സും നല്ല ആഡും നല്ല ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ബിസി ആയിട്ട് ഇരിക്കട്ടെ, ത്രൂ ഔട്ട് ബിസി ആയിട്ട് ഇരിക്കട്ടെ. ഭയങ്കര ബിസി ആയിട്ട് നന്നാവട്ടെ എല്ലാവരും. വലിയ ഹൈറ്റ്സിലെത്തട്ടെ. ഹൈറ്റ്സിലെത്തുമ്പോ മറീനയല്ലേ എക്സ്ക്യൂസ് മീ ഐ ഡോണ്ട് നോ എന്ന് പറയരുത്. ഓർമ്മയുണ്ടോ ആരുടെ എനിക്കല്ല കേളി ഹെയർ സ്ട്രേറ്റ് ചെയ്താലോ പറയാൻ പറ്റില്ല. കല്യാണം ചെയ്യരുത് കേട്ടോ, റിക്വസ്റ്റ് ആണ്, ചെയ്യരുത്. ഇപ്പൊ കല്യാണം കഴിക്കണേ ഇത്രയും മുടി വേണം, ഇത്രയും ശാലീനത വേണം എന്നാ പറയണേ. അപ്പൊ അങ്ങനെ ശാലീനതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ. പക്ഷെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒരാള് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. കേളി ഹെയർ ഇഷ്ടമുള്ളവർക്ക് മുൻഗണന. ഒരു ഉദ്ദേശമില്ല കേട്ടോ, സത്യമായിട്ടും. നോ ജസ്റ്റ് ടോക്കിംഗ്. ഇനിയിപ്പോ നിങ്ങളൊക്കെ ബിസി ആവാൻ പോകുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് ഒരു ഇൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയും സമയം എന്റെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഭയങ്കര ഹൈറ്റ്സിൽ എത്തിയിട്ട് സന്തോഷമായിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സിനിമ തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. അതെ അതെ അതെ, കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇവരെ മാത്രമല്ല, ഒരു കൂട്ടം ചിരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ചിന്തിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, അല്ലെ? ഞാനാട്ടോ പറഞ്ഞത്. കഴിഞ്ഞപ്പോൾ ചെലവ് എനിക്ക് അപ്പുറത്തുനിന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവർ ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തു. തീർച്ചയായിട്ടും ഇവരുടെ മൂവി എല്ലാവരും പോയി കാണാം, ആരും മിസ് ചെയ്യരുത്. ആൻഡ് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇവർക്ക് ഓൾ ദി ബെസ്റ്റ് വിഷസ് പറയാം. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഗുഡ് ലക്ക് ടു യു.